ഭയങ്കര തിടുക്കത്തിലാണെന്ന് തോന്നുന്നല്ലോടാ ജോഗാവരെ. നിയമത്തിന്റെ കുരുക്കിൽ നിന്നും പോലീസ് മേഡത്തിന്റെ തൊഴിയിൽ നിന്നും നിനക്കൊരിക്കലും രക്ഷയില്ല. അയ്യോ പോയേ. യോഗാവർ കാണാനാ അനങ്ങി പോകരുത്, അല്ലെങ്കിൽ എന്റെ തോക്ക് നിന്നോട് ഉത്തരം പറയും. നിന്നെ ഞാൻ വെറുതെ വിടില്ല. നിങ്ങൾ എങ്ങോട്ടേക്കായി പോണത്? ഇങ്ങോട്ട് വാ. ബൈ ബൈ എവരിബഡി. ബൈ ബൈ. നീ എന്തൊക്കെയായി കണ്ടുപിടിക്കുന്നത്? നിന്റെ ഓരോ കണ്ടുപിടുത്തം കാരണം അനുഭവിക്കുന്നത് ഞങ്ങളാണെന്ന് ഓർത്തോണം. കേട്ടടോ? അയാളെ പിടിക്കുന്നത് അത്ര എളുപ്പമാണെന്ന് തോന്നുന്നില്ല. നമ്മൾ എന്തെങ്കിലും പ്ലാൻ ഉണ്ടാക്കിയേ പറ്റൂ. ഇപ്പോൾ കിട്ടിയ വാർത്ത, ജോഗാവർ എന്ന കുപ്രസിദ്ധ കള്ളൻ നഗരത്തിൽ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ്. അവൻ മോഷണങ്ങൾ നടത്തിയിട്ടും പോലീസിനൊന്നും ചെയ്യാൻ കഴിയാതെ കയ്യും കെട്ടി നോക്കി നിൽക്കുകയാണോ? എന്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട്. നിങ്ങളെല്ലാവരും അത് കേട്ടു നോക്ക്. ഇനി നമ്മൾ അയാളെ അന്വേഷിച്ച് പോയില്ല. ജോഗാവർ സ്വയം ഇങ്ങോട്ടേക്ക് വരും. അയ്യോ, ഊണ് കഴിക്കുന്ന സമയത്തൊന്നും വിളിച്ചേക്കരുത്, അല്ലെങ്കിൽ കഴിക്കാൻ കൊടുക്കേണ്ടി വരും. കാശ് മരത്തിലൊന്നും ഉണ്ടാവൂല. അവനിങ്ങി വരട്ടെ. അവന് ജയിലിനകത്ത് ഭക്ഷണം പോയിട്ട് കാറ്റ് പോലും കിട്ടില്ല. എടാ കൊച്ചിയർക്ക, നീ എന്തെങ്കിലും ഒരു ഐഡിയ പറയടാ. റബ്ബർമാന്റെ ഭീഷണിയെ തുടർന്ന് ബാങ്കുകൾ അവിടുത്തെ കാശ് മുഴുവൻ ബാങ്കിലെ ലോക്കറിൽ നിന്നും മാറ്റി A1 ഡിറ്റക്റ്റീവ് ഏജൻസിയിൽ കൊണ്ടുവച്ചിരിക്കുകയാണ്. പോലീസ് പറയുന്നത് റബ്ബർമാനെ പിടിക്കുന്നത് വരെ ബാങ്ക് ലോക്കറിൽ ഉണ്ടായിരുന്ന വസ്തുക്കൾ ഒന്നും തന്നെ തിരിച്ചു കൊണ്ടുവരില്ലെന്ന്. അതെന്താ? എടി റോസമ്മേ, ഇനി നമ്മൾ എന്ത് ചെയ്യും? ബാങ്കുകളൊക്കെ കാലിയാണല്ലോ. ഇപ്പോ ബാങ്കിലൊന്നും ഇല്ലെങ്കിൽ എന്താ? എല്ലാം ബല്ലയുടെ ഓഫീസിനകത്ത് കാണുമല്ലോ. നേരെ അവിടെ ചെന്ന് നമുക്കെല്ലാം വാരിക്കൂട്ടാം. നീ വാ. എന്ത് പറയുന്നു? പറ. എനിക്ക് നാട് മുഴുവൻ അതാകെ നാശമാക്കിക്കൊണ്ടിരിക്കുക. അനന്തരവാ, ആ റോബോട്ടിക് വുഡ്പെക്കറിനെ പിടിക്കാനേ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ചേ പറ്റൂ. ആ വുഡ്പെക്കർ മരത്തിനടുത്ത് ആളുകൾ നിൽക്കാൻ പോലും സമ്മതിക്കുന്നില്ല. ഓ, ഇന്ന് മിമിക്രി അങ്കിൾ കൊള്ളക്കാരന്റെ വേഷത്തിലാണോ? നിങ്ങൾ എവിടുന്നാ വരുന്നതെന്ന് പറയൂ. എവിടുന്നും വരുമല്ല, ഒരു മരം കൊത്തി അന്വേഷിച്ച് ഇറങ്ങിയതാണ്. നിങ്ങൾ രണ്ടുപേരും ഒരു ചെറിയ മരം കൊത്തിയുടെ പുറകെ ഇറങ്ങിയിരിക്കുകയാണോ? തനിക്ക് നാണമില്ലേ? മരം കൊത്തികളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാ. എന്റെ മൂഡ് മൊത്തം നിങ്ങൾ നശിപ്പിച്ചു, കോളമാക്കിയില്ലേ? അപകടം, അപകടം, അപകടം. മാമ, എന്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട്. കോജി അങ്കിളിന്റെ സഹായം വേണം. ഈ വുഡ്പെക്കറെ രക്ഷപ്പെടാൻ പാടില്ല. അനന്തരവാ, ഇന്നാ പിടിച്ചോണ്ടിന്റെ ട്രീ കോസ്റ്റ്യൂം ഒന്നകത്ത് കയറി നോക്കാമാവാ. കോടാലിയോ? ഇത് പ്ലാസ്റ്റിക്കാ. കോജി അങ്കിൾ, ആക്ടിങ് തുടങ്ങിക്കോ. അപകടം, അപകടം. അപകടം, അപകടം. അയ്യോ അയ്യോ അയ്യോ, അനന്തരവാ, വേഗം ഇതിനെ പിടിക്ക്, വേഗം പിടിക്ക്, രക്ഷപ്പെടാൻ പാടില്ല. ഓടുന്ന മരത്തെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്.
മോനെ അനന്തരവാ, എന്താ ഈ ചെയ്തത്? ആ മരം കൊത്തിയെ കൂട്ടിലടയ്ക്കേണ്ടത്, അല്ലാതെ എന്നെ അല്ല. വല്ല സാറേ, പോലീസ് മാഡം പറഞ്ഞല്ലോ പിടികിട്ട പുള്ളിയുടെ ഫോട്ടോ സാറിന്റെ കയ്യിൽ തന്നെന്ന്. അത് ഇന്നു മുതൽ ഈ നാട് മുഴുവനും ഒട്ടിക്കണോ അത്രേ? എടോ അമ്മാവാ, പോസ്റ്റർ കൺമുന്നിലിരിക്കുന്നത് തനിക്ക് കണ്ടൂടെ? എടുത്തോണ്ട് പോയി നാട് മുഴുവൻ ഒട്ടിക്കാൻ നോക്ക്. ഓയ് നിങ്ങൾ വിഷമിക്കട്ടെ, ഞാൻ ചെയ്തോളാം. ഞാനെങ്ങനെ പോവും? അത് പിന്നെ സാറേ, ഞാനല്ലേ ചാരൻ. അതുകൊണ്ട് ഈ പോസ്റ്റർ ഒട്ടിക്കുന്ന ജോലി വേറെ ആരെയെങ്കിലും ഏൽപ്പിക്കൂ. എടോ, കാശ് മരത്തിലൊന്നും ഉണ്ടാവൂല. ഈ പണിക്ക് ഞാൻ വേറെ ആളെ വെക്കണോ? ഓ, ഇവിടെ പഞ്ചസാരയുടെ ഒരു കഷ്ണം വീടിരിക്കുക. അതിന്റെ പുറത്ത് താൻ വേറെ ചെലവുകളുടെ കാര്യം പറയുന്നു. ഓ, എന്താ ബല്ലേട്ടാ, പോട്ടു നീ. ഒന്നോ രണ്ടോ പഞ്ചസാര മണിയുടെ പുറകെ എന്തിനാണാവോ ഇങ്ങനെ നടക്കണേ? ഒരു പഞ്ചസാരയുടെ കഷണത്തിന്റെ വിലയെ പറ്റി നിനക്കെന്തറിയാം? ഓ, ഓ, എനിക്ക് കിട്ടിപ്പോയി. വന്നിരിക്കുന്നു എന്റെ പഞ്ചസാര കഴിക്കാനായിട്ട്. ഓ, ഈ പോസ്റ്റർ നാട് മുഴുവൻ ഒട്ടിക്കണം. അനന്തരവാ, ഇന്നാ പിടിച്ചോ കെമിക്കൽ. നീ ചോദിച്ച സാധനം ഇത് പോസ്റ്ററിൽ തേച്ചേക്ക്. വേറെ ആരാ എന്റെ മണ്ടയ്ക്ക് വേറൊരു പോസ്റ്റർ ഒട്ടിച്ചാലും അവന്റെ കയ്യിൽ ഈ കെമിക്കൽ പറ്റിപ്പിടിക്കുന്നതാണ്. ആ കയ്യിൽ ഒരു തുള്ളി വെള്ളം വീണാൽ പോലും അത് മഞ്ഞ കളറായി മാറുന്നതാണ്. എന്താ, നല്ല സാധനമല്ലേ? മോനെ അനന്തരവാ, ഇതൊക്കെ എന്തുവാടാ? മാമാ, അവൻ ഭയങ്കരമായ കള്ളനാ. അവനെ പിടിക്കണമെങ്കിൽ നമുക്ക് ബുദ്ധി ഉപയോഗിച്ചേ പറ്റൂ. ഇത് അയാൾക്ക് വേണ്ടിയുള്ള ട്രാപ്പാ. ഓ, എന്നെ ഫോട്ടോയിൽ കാണാൻ എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കേ. ആരും കണ്ണുവെക്കാതിരുന്നാ മതിയായിരുന്നു. നിങ്ങൾ എന്റെ പോസ്റ്റർ അല്ല ഇനി ബാനർ കൊണ്ടുവച്ചാലും വീശിയടിക്കുന്ന കൊടുങ്കാറ്റിനെയും ഒളിച്ചിരിക്കുന്ന ഈ കള്ളനെയും ഒരിക്കലും പിടിക്കാനാകില്ല. ഞാൻ ഇത്രയും പെട്ടെന്ന് ഇത്രയും ഫേമസ് ഡിറ്റക്റ്റീവ് ആയോ? എന്നിട്ട് ഞാനത് അറിഞ്ഞേ ഇല്ലല്ലോ. എന്റെ പോസ്റ്റർ നാട് മുഴുവൻ ഒട്ടിച്ചിരിക്കുന്നു. എന്നാലും ആരായിരിക്കും ഒട്ടിച്ചത്? അയാളെ പിടിച്ച് 50 ലക്ഷം രൂപ കിട്ടും. മാമ, ആ കള്ളൻ പോസ്റ്ററെല്ലാം മാറ്റി. മാമനെ പിടിച്ചാൽ 50 ലക്ഷം സമ്മാനം. ദേ നോക്ക്, ആൾക്കാർ വരുന്നു. ഓടിക്കോ മാമ, വേഗം ഓടിക്കോ. ആരടാ അത്? സോറി സാറേ, സോറി, ഒരു അബദ്ധം പറ്റിയതാ. തന്റെ ഒരു അബദ്ധം. ഞാൻ ഓഫീസിൽ പോകാനിട്ട് ഷർട്ടല്ലേ നീ നശിപ്പിച്ചു കളഞ്ഞത്. പോരാത്തതിന് അങ്ങേരുടെ മുട്ടകളും പൊട്ടിച്ചു. എടോ, എന്റെ 500 രൂപ താടോ. 500? കാശ് അങ്ങനെ മരത്തിലൊന്നും. എടോ, കാശ് തരുന്നോ അതോ ഇല്ലയോ? അല്ലെങ്കിൽ ഞാനിപ്പോ പോലീസിനെ വിളിക്കും. അയ്യോ, പോലീസിനൊന്നും വിളിക്കരുത്. ഇന്നാ കാശ് താടോ. 500 പോയേ. അല്ല, ഒരു മിനിറ്റ് മാമ. അയാള് ബെല്ലാങ്കളിനെ പോലെ സംസാരിക്കുന്നല്ലോ. എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നല്ലോ. അല്ല, ബല്ലാ സാർ ഓഫീസിൽ പ്രസിഡന്റ് വരുന്നത് കൊണ്ട് റെഡ് കാർപ്പറ്റ് ഒക്കെ വിരിച്ചു വെച്ച് ഇരിക്കുകയായിരിക്കുമല്ലോ. മാമൻ ബെല്ലാങ്കളിനെ ഫോൺ ചെയ്ത് ലേറ്റ് ആവുമെന്ന് പറ. ഹലോ. അതെ ബല്ലാ സാറേ, ഞാനിന്ന് വരുമ്പോ ലേറ്റ് ആവും കേട്ടോ. ഞാൻ അങ്ങോട്ടേക്ക് വരാൻ വേണ്ടി ഇറങ്ങുമ്പോ എന്തൊക്കെയോ സംഭവിക്കുകയാണ്. അതൊന്നും പ്രശ്നമല്ല അമ്മാവാ. പതുക്കെ വാ. അമ്മാവാ, പിന്നെ തനിക്ക് വേണമെങ്കിൽ ഇന്ന് ലീവ് എടുത്തോ. ഓക്കെ, ബൈ. ഹലോ ഹലോ ബല്ലാ സാറേ. മാമ, എനിക്ക് തോന്നുന്നത് മാമൻ പ്രസിഡന്റിനെ മീറ്റ് ചെയ്യുന്നത് ബെല്ലാങ്കളിന് ഇഷ്ടമല്ല. ഇപ്പൊ മാമൻ വിളിച്ചപ്പോ ആ വെള്ളൊഴിച്ച ആളുടെയും ഫോൺ അടിച്ചായിരുന്നു. ഇനി നമുക്ക് വേഷം മാറിപ്പോവാം. അപ്പൊ ആർക്കും മനസ്സിലാവില്ലല്ലോ.
മാമ ഒന്ന് വേഗം ചവിട്ട്, ഇല്ലെങ്കിൽ ഓഫീസിലെ സമയത്ത് എത്താൻ പറ്റില്ല. നീ പേടിക്കണ്ട അനന്തരവാ, ബി പോസിറ്റീവ്. നമ്മൾ സമയത്ത് തന്നെ എത്തുമെന്നേ. പോസിറ്റീവ് അല്ലേ? എടാ അമ്മാവാ, താ പിടിക്കപ്പെട്ടു. മോനെ ഭല്ല, നീ ഒരു സ്മാർട്ടാണ്. വെരി വെരി സ്മാർട്ട്. ഹലോ പോലീസ് മാഡം. എന്തുട്ടാണ് ബല്ല സാറേ, പറയൂ, എന്തുട്ടാ കാര്യം? സംശയാസ്പദമായ രീതിയിൽ രണ്ടുപേര് വേഷം മാറി സൈക്കിളിൽ എന്റെ ഓഫീസിന് നേരെ വരുന്നുണ്ട്. എനിക്ക് കണ്ടിട്ട് തീവ്രവാദികളാണെന്നാ തോന്നുന്നത്. ഈ കള്ളക്കണാരന്മാരെ കൊണ്ട് തോറ്റല്ലോ, ഞാൻ ഇപ്പൊ പിടിക്കാവരെ. ബഹദൂറെ, വണ്ടി എടുക്ക്. ഏടാ ബഹദൂറെ, കണാര വണ്ടി എടുക്കാൻ പറഞ്ഞ വാ പൊളിക്കലെന്ന് നിന്നോട് ഞാൻ പറഞ്ഞു.